തിരുവനന്തപുരത്ത് പെരുമാതുറയിൽ ജനവാസ മേഖലയിൽ മാലിന്യം തള്ളാൻ ശ്രമം. മത്സ്യവില്പന കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. വാഹനം വിട്ടു നൽകാൻ പോലീസ് ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മാലിന്യം എത്തിച്ച വാഹനം കസ്റ്റഡിയിലെടുത്തു. സ്വന്തന സജുവുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നമുക്ക് ആദ്യം ആ പ്രതികരണം ഒന്ന് കേൾക്കാം. രാത്രി കാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുന്ന സമയത്ത് ഫുഡ് വേസ്റ്റ് ഉണ്ടാവും, അറവ് മാലിന്യം ഉണ്ടാകും. അതുപോലെ തന്നെ മത്സ്യസമ്പത്തിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്ത് പോകുന്ന പതിവ് സ്ഥിരം ഉണ്ടായിരുന്നു. അത് കാരണം ഈ പരിസരത്ത് ഇടതിങ്ങി പാർക്കുന്ന ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമായിരുന്നു. ഈ ഫാക്ടറി പ്രവർത്തിക്കുന്നത് വെട്ടുതുറയും പുത്തൻതോപ്പിലും ഒക്കെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ വേസ്റ്റ് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കുഴി കുത്തി യാതൊരു രീതിയിലുള്ള നിർദ്ദേശങ്ങളും പാലിക്കാതെ കൊണ്ടുവന്ന് തട്ടി തെരുവ് പട്ടികളും ബാക്കിയെല്ലാം കടിച്ചു വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ട് പൊതുജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, സാന്ത്വനയുണ്ട്. സാന്ത്വന, മാലിന്യം തള്ളാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ലോറി കൈയോടെ നാട്ടുകാർ പിടിച്ചു. അപ്പോൾ പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറായില്ലേ? വിട്ടുകൊടുക്കണമെന്നാണോ പറയുന്നത്? സാന്ത്വന, ഇതെന്താ ഏർപ്പാടാ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം പെരുമാതുറയിലാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഒരു പ്രദേശത്ത് സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിരന്തരമായി വേസ്റ്റ് കൊണ്ടിടുന്ന ആളുകളാണുള്ളത്. അത് ചെറിയ തോതിലുള്ള വേസ്റ്റ് ഒന്നുമല്ല, വലിയ മിനിലോറുകളിലൊക്കെ കൊണ്ടുവന്ന് ആ പ്രദേശത്ത് തള്ളിയിട്ട് പോകുന്നത് സ്ഥിരമായ ഒരു ഏർപ്പാടാണ്. അങ്ങനെ ഇവർ ആരാണ് ഈ വേസ്റ്റ് കൊണ്ടിടുന്നതെന്ന് ഇവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവിടെ ഈ ആളുകളൊക്കെ തന്നെ, പ്രദേശവാസികളായ ആളുകളൊക്കെ തന്നെയും ചേർന്ന് അതിനുവേണ്ടി രാത്രികാലങ്ങളിൽ നിരീക്ഷണമൊക്കെ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലെ രാത്രിയിൽ ഒരു മിനിലോറിയിൽ നിറച്ച് മീൻ വേസ്റ്റുമായി ഒരു സംഘം അവിടേക്ക് എത്തിയതും അവിടെ തള്ളാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഉടൻ തന്നെ നാട്ടുകാർ അവരെ പിടികൂടുകയാണ് ചെയ്തത്. ശേഷം കഠിനംകുളം പോലീസിൽ വിവരം അറിയിച്ചു. കഠിനംകുളം പോലീസ് എത്തിയപ്പോൾ അവർ ചെയ്തത് ഈ വാഹനം ഈ വേസ്റ്റ് കൊണ്ടുവന്ന ആളുകൾക്ക് തന്നെ തിരികെ കൊടുക്കാനുള്ള ഒരു ശ്രമം, അവരുടെ പേരിൽ കേസൊന്നും എടുക്കാതെ വാഹനം വിട്ടുകൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ ആളുകളെല്ലാം വലിയ രീതിയിൽ രോഷാകുലരാകുകയും ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ അവിടെ ഉയരുകയും ചെയ്തു. പിന്നീട് ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നതോടുകൂടിയാണ് പോലീസ് ഈ വാഹനം കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറായത്. നിലവിൽ എന്തായാലും വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് കഠിനംകുളം വെട്ടുതുറ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു മത്സ്യ വിപണന കേന്ദ്രത്തിലെ വേസ്റ്റാണ്, മാലിന്യമാണ് എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ വേസ്റ്റ് മാത്രമല്ല, പല മാലിന്യ കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പല ഇടങ്ങളിൽ നിന്നും മാലിന്യം കൊണ്ട് ഈ പ്രദേശത്ത് തള്ളുന്നുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ദീപക് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ മാലിന്യം കൊണ്ട് തള്ളുന്നത് കൊണ്ട് തന്നെ തെരുവുനായുടെ ശല്യം വളരെ വലിയ രീതിയിൽ ഈ പ്രദേശത്തുണ്ട്. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ തന്നെയും ഈ പ്രദേശത്ത് പല ആളുകളെയും തെരുവുനായ കടിച്ചു എന്നുള്ള വാർത്ത പോലും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇരിക്കെയാണ് ഇത്തരത്തിൽ ഇത് കൊണ്ട് തള്ളുന്ന ആളുകളെ പിടിച്ചു കൊടുത്തിട്ട് പോലും അവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് എന്നുള്ള ഒരു ആക്ഷേപം തന്നെയാണ് നാട്ടുകാർ ഉയർത്തുന്നത്. എന്തായാലും ഇവർക്കെതിരെ കൃത്യമായ നടപടി വേണം. അതുമാത്രവുമല്ല, ഇനി മാലിന്യം തള്ളാനെത്തുന്ന ആളുകൾക്ക് നേരെയും കൃത്യമായ നടപടി വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് അരുൺ ഈ പ്രദേശവാസികളായ ആളുകൾ ഉയർത്തുന്ന ഒരു ആവശ്യം. താങ്ക് യു. സാന്ത്വനയാണ് വിവരങ്ങൾ നൽകി.